സർ. യെസ്, കം ഇൻ. സർ, ഒരു വിസിറ്റർ ഉണ്ട്. മിസ്റ്റർ അരുൺ ആണോ? അൺഒഫീഷ്യൽ ആണ് സർ. അൺഒഫീഷ്യൽ? സാറിന്റെ ഫാദർ ഇൻ ലോ ആണെന്നാ പറഞ്ഞേ. സോറി സർ. സാറിനെ കാണാൻ പറ്റില്ല, നിങ്ങൾ പൊക്കോ. അങ്ങനെ പറയരുത്, എനിക്ക് കണ്ടേ പറ്റൂ. എന്റെ പൊന്നങ്കിളെ, എന്റെ പണി കളയരുത് പ്ലീസ്. ഇല്ല, എനിക്ക് അവനെ കണ്ടേ പറ്റൂ. മായ, അയാളോട് എന്റെ ക്യാബിനിലേക്ക് വരാൻ പറ. പൊക്കോ. ഞാൻ വന്നത് ഇഷ്ടായില്ലെന്നറിയാം. എന്തൊക്കെ പറഞ്ഞാലും തെറ്റെന്റെ ഭാഗത്താ. നിങ്ങളുടെ ഈ മാപ്പ് പറച്ചിലൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുള്ളതാ. അതുകൊണ്ട് എനിക്ക് ഒരു ഉപകാരവും ഉണ്ടാകാൻ പോണില്ല. പുതുതായി വല്ലതുണ്ടെങ്കിൽ പറ, ഓർ യു മേ ലീവ് നൗ. ഇല്ല, എനിക്ക് പറയാനുണ്ട്. ജിൻസിക്കൊന്നും മോനെ കാണണം പറഞ്ഞു. നടക്കില്ല. എന്റെ മോനെ നിങ്ങൾ കാണണ്ട. അവൻ നിന്റെ മാത്രം മോനല്ല, എന്റെ മോളാ അവന്റെ അമ്മ. എന്നിട്ട് അവൾ എവിടെ? എനിക്ക് എന്റെ മോനും ഇനി അവളെയും വേണ്ട, അവളുടെ വീട്ടുകാരെയും വേണ്ട. ഒരു കൈക്കുഞ്ഞിനെ ഒറ്റയ്ക്ക് വളർത്തി ഇത്രയാക്കാൻ എനിക്ക് പറ്റുമെങ്കിൽ ബാക്കി ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആയിക്കോളാം. നീ ഇങ്ങനെ വാശി പിടിക്കരുത് ജസ്റ്റിൻ. ഇല്ല, ഞാൻ ഒന്നും സംഭവിക്കാത്തതുപോലെ എന്റെ ജീവിതം തലച്ച് നിങ്ങളുടെ കൂടെ എന്റെ കൊച്ചിനെ പറഞ്ഞുവിടാ. അന്നങ്ങനെ സംഭവിച്ചു പോയി. നിന്റെ കാല് ഞാൻ പിടിക്കാം. ദയവ് ചെയ്ത് എല്ലാം പുറത്ത് ഞങ്ങളുടെ കൊച്ചിനെ ഒന്ന് കാണാൻ അനുവദിക്കണം. ഞാൻ നിന്നോട് അപേക്ഷിക്കുക. Get out. മോനെ, Get out. ഇച്ചായൻ എന്നോട് ക്ഷമിക്കണം. അപ്പച്ചന്റെ ഭീഷണിക്ക് മുമ്പിൽ എനിക്ക് ഇച്ചായന്റെ ഭാര്യയാവാതെ നിവർത്തിയില്ലായിരുന്നു. ഇക്കഴിഞ്ഞ 1.5 വർഷം ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. പക്ഷെ എനിക്ക് ആൽബിയെ മറക്കാൻ കഴിയുന്നില്ല ഇച്ചായ. എനിക്ക് ഒരിക്കലും ഇച്ചായന്റെ കൂടെ ഹാപ്പിയായി ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ മോനെ ഇച്ചായൻ പൊന്നുപോലെ നോക്കുന്ന എനിക്കറിയാം. ഞാൻ അവനെ വളർത്താൻ യോഗ്യയല്ല. ഇനി ഒരിക്കലും ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല. ഇച്ചായനും മോനും സന്തോഷത്തോടെ ആരോഗ്യത്തോടെയും ജീവിക്കാൻ ഞാൻ പ്രാർത്ഥിക്കും. എന്നോട് പുറത്തേക്കട ഇച്ചായ. അവൻ പറ്റില്ല പറഞ്ഞല്ലേ? ഒരു ഫോട്ടോ എങ്കിലും തന്നില്ല. അല്ലെങ്കിൽ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ മുലകുടി മാറാത്ത കൊച്ചിനെ അവനെ തനിച്ചാക്കി ഒരു കത്ത് എഴുതി വെച്ച് അവളുടെ മറ്റവനോട് ഇറങ്ങിപ്പോയതല്ലേ ആ ഒരുമ്പെട്ടവള്. ആര് കാരണം? നിങ്ങളുടെ കാല് പിടിച്ച അവള് കരഞ്ഞു പറഞ്ഞതല്ലേ അവൾക്ക് വേറൊരു ഇഷ്ടമുണ്ടെന്ന്? അന്ന് അത് നടത്തി കൊടുത്തിരുന്നേ ഈ പ്രശ്നം വല്ലതും ഉണ്ടാവുമായിരുന്നോ? ജസ്റ്റിന്റെയും മോന്റെയും കണ്ണീരിന്റെ ശാപം നമ്മുടെ കുടുംബം മൊത്തം അനുഭവിക്കും. പപ്പയുടെ വർക്ക് കഴിഞ്ഞോ? ഇല്ല. എന്താ? പപ്പ ഇന്ന് എന്റെ കൂടെ കിടക്കാവോ? എന്താടാ, എന്തു പറ്റി? ചുമ്മാ പ്ലീസ്. ശരി, നടക്ക്. ഇവാൻ, വേഗം വാ. നിക്ക് പപ്പ. എന്താണ് ഇവാൻ ഇത്? നിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ സ്കൂളിൽ എത്തിക്കാണും. അവർക്ക് ഷൂസ് ഇട്ട് കൊടുക്കാനും ഷൂസിന്റെ ലേസ് കെട്ടാനും ടൈ കെട്ടി കൊടുക്കാനും ഒക്കെ അവരുടെ മമ്മയുണ്ട്. പപ്പ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. എനിക്കറിയില്ലേ എന്റെ പപ്പ ഈ ഓഫീസ് ഡ്യൂട്ടിക്കിടയിലും എത്ര നന്നായിട്ടാ എന്നെ നോക്കുന്നേന്ന്. നിന്റെ ചില സമയത്തെ വർത്താനം കേൾക്കുമ്പോ നിനക്ക് 7 അല്ല 70 തോന്നും. പപ്പയ്ക്ക് വിഷമായോ? ഇല്ല. എന്നാലും എന്റെ മമ്മി എന്തിനാ എന്നെ? വേണ്ട, അതോർക്കണ്ട. നമ്മളെ വേണ്ടാത്ത മമ്മിയെ നമുക്കും വേണ്ട അല്ലേ? വാ പോവാം.
തന്നെയാണോ? ആ വാടാ. നീ ആ ഡൽഹി മീറ്റിങ്ങിന് പോകുന്നില്ല പറഞ്ഞോ? ആ, ഇവാൻ ഒറ്റയ്ക്കാവില്ലേ? ഞാൻ എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോയിക്കോളാം. അത് വേണ്ട, അവള് നിന്നെ കൊല്ലും. ഒരു ന്യൂ ബോർണിനെ നോക്കാനുള്ള പാട് എനിക്ക് നന്നായിട്ട് അറിയാം. അതിന്റെ കൂടെ ഇവാനും. അത് വേണ്ട, നീ അവളെ ഹെൽപ്പ് ചെയ്. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാടാ. 3 ദിവസത്തെ കാര്യല്ലേ. വേണ്ടടാ, എനിക്ക് അവനെ കാണാതെ പറ്റില്ല. അത് ബെനിസാറും വിഷ്ണുവും കൂടെ പോയിക്കോളും. ശരി, എന്റെ കൊച്ചിനെ കാണാൻ വരുന്നതിന് പ്രോബ്ലം വല്ലതും? ഞാൻ ഇവാനെ കൂട്ടി ഇന്ന് വൈകുന്നേരം തന്നെ വരും. പോരെ? മതി. എന്താടാ, നിനക്ക് കൊണ്ടുപോകാൻ വേണോ വാവേ? വേണ്ട. അതെന്താ, വാവെ ഇഷ്ടായില്ലേ? ഇഷ്ടായി. പിന്നെന്താ? ഞങ്ങളുടെ വീട്ടില് മമ്മി ഇല്ലല്ലോ വാവയ്ക്ക് പാല് കൊടുക്കാൻ. വാവ സുന്ദരിയാട്ടോ. ഒന്ന് നടക്കാനാവട്ടെ. പിന്നെ നീയല്ലേ ഇവളുടെ ചേട്ടായി. ആണോ? പിന്നല്ലാതെ. ഞാൻ ചായ എടുക്കാം. വേണ്ട, നീ കിടന്നു, ഞാൻ ഇട്ട് കൊടുത്തോളാം. ശരി. വാവയ്ക്ക് എന്ത് പേരാ ആന്റി ഇടുന്നേ? തൽക്കാലം നമുക്ക് ഇവളെ വാവാച്ചീന്ന് വിളിക്കാം. വാവാച്ചി. അവൻ ശരിക്കും അവന്റെ മമ്മിയെ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഉപേക്ഷിച്ചതൊന്നുമല്ലല്ലോ. ഞാൻ നിന്നെ കുറ്റം പറഞ്ഞതല്ലല്ലോ. ഞങ്ങൾ എത്രയായി നിന്നോടൊരു സെക്കൻഡ് മാരേജിനെ കുറിച്ച് പറയുന്നു. എന്നിട്ട് അവളും ആരുടെ കൂടെ ഇറങ്ങി പോവാനാണോ? എല്ലാരും ഒരുപോലാണോ? മെൽവിൻ, ഞാൻ അവസാനായിട്ട് പറയാം, ഇനി എന്നോട് ഈ കാര്യം പറയരുത്. അവന് ഞാൻ മാത്രം മതി. പപ്പാ. മീറ്റിംഗ് തുടങ്ങിയോടാ? ആ, വേഗം വാ. നീയൊന്നും ഒപ്പിച്ചിട്ടില്ലല്ലോ അല്ലെ? ഇല്ല പപ്പാ. ദാറ്റ്സ് മൈ ബോയ്. ഹാ, ഇവാന്റെ ഫാദർ വന്നോ? ഇവിടെ ബാക്കി എല്ലാ സ്റ്റുഡൻസിന്റെ അമ്മമാരാണ് വരാറ്. ബട്ട് ഇവാന്റെ ഫാദറാ വരാം. അടുത്ത പ്രാവശ്യം അച്ഛന്മാര് കൂടുതൽ വരട്ടെ. അവർക്കും അറിയണ്ടേ മക്കളുടെ കാര്യങ്ങള്. അതവന് മമ്മി ഇല്ലാത്തോണ്ടാ മിസ്സേ. സൈലൻസ്. ഇവാൻ, വാ പോവാം. സർ പ്ലീസ്. ഛേ, നീ അത് വിട്. അവന് സ്കൂൾ മാറ്റിയാലോ? അവിടുന്ന് വല്ല പിള്ളേര് ഇതുപോലെ പറഞ്ഞാലോ? നീ പിന്നെ സ്കൂൾ മാറ്റുവോ? ജസ്റ്റിൻ, ഒരു സെക്കൻഡ് മാരേജിനെ കുറിച്ച് നീ സീരിയസ് ആയി എടുത്തേ പറ്റൂ. ഒരമ്മയാവാൻ ഒരു പെണ്ണിനെ കൊണ്ടേ പറ്റൂ. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? പപ്പ കിടക്കാനായോ? ഇല്ല, എന്താ? ഏയ്, ഞാനും ഇപ്പൊ കിടക്കുന്നില്ല. നാളെ മ്യൂസിക് പീരീഡ് ഉണ്ട്. 10 കുട്ടികളോട് പാട്ട് പഠിച്ചിട്ട് പോവാൻ പറഞ്ഞു. ഞാനും ഉണ്ട്. ആണോ? എന്നാ പോയി പാട്ട് പഠിച്ചോ. ഓക്കെ പപ്പ. ഇവാൻ, യെസ് പപ്പ. നിന്റെ ഫ്രണ്ട്സ് ഒന്ന് കളിയാക്കിയത് നിനക്ക് വിഷമായല്ലേ? ഇറ്റ്സ് ഓക്കെ പപ്പ, എനിക്കത് ശീലായി. എനിക്കു തരാൻ ഇനിയുണ്ടോ കൊടുകൊടി ചിരിക്കുന്ന പൊൻപാവ, വിശക്കുമ്പോൾ പകരാമോ തൈർക്കലം തൂകുന്ന തൂവെണ്ണ, എനിക്കെന്റെ ബാലവിളി വേണം, എനിക്കെന്റെ സ്നേഹവിളി വേണം, അലയണമേ കിനാച്ചിറകിൽ ഇന്നമ്മേ ഒന്നു കാണാൻ. എത്ര നാളായി ഞാൻ കൊതിച്ചു ഈ മടിയിൽ വീണുറങ്ങാൻ. എത്ര രാവിൽ ഞാൻ നനച്ചു കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ എൻ കരളൊരുകുമൊരു താരാട്ട്. നീ എന്തിനാ വന്നേ? ആരോട് ചോദിച്ചിട്ടാ എന്റെ വീട്ടിൽ കയറിയേ? ഞാൻ
അത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരൂ. എനിക്ക് മോനെ ഒന്ന് കാണണം. ഇല്ല, നീയായിട്ട് കളഞ്ഞിട്ട് പോയതല്ലേ, ഇനി അവന് നിന്നെ വേണ്ട. എനിക്കും പോ. അല്ല, ഞാൻ പോരാ പറഞ്ഞേ. എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. എനിക്കൊന്നും കേൾക്കണ്ട, നിന്നെ കാണാൻ വേണ്ട. പോ പ്ലീസ്, ഞാൻ മോനെ ഒന്ന് കണ്ടിട്ട്. അവനിങ്ങനെ ഒരു അമ്മയില്ല. പോ. ഞാൻ അവന്റെ അമ്മ. പോവാനല്ലേ പറഞ്ഞേ, എന്നെ കൊണ്ട് നിന്റെ മേത്തി കൈവെപ്പിക്കരുത്. പോ. മമ്മി, ഇവാൻ അകത്ത് പോ. ഇവാൻ, നിന്നോടാ പറഞ്ഞത്. ഇതെന്റെ മമ്മിയാണോ? അല്ല, നീ അകത്ത് പോ. പപ്പ കള്ളം പറയാ, ഞാൻ കേട്ടു. ഇതെന്റെ മമ്മിയാ. നീ നിന്റെ കള്ളക്കരച്ചിലും കൊണ്ട് എന്റെ കൊച്ചിനെ മയക്കാൻ വന്നതല്ലേ? ചായ, ഞാൻ പോ. ഞങ്ങൾക്ക് നിന്നെ വേണ്ട. എനിക്ക് വേണം. എനിക്ക് എന്റെ മമ്മിയെ വേണം പപ്പ. മമ്മീടെ ഇവാന്റെ കൂടെ ഉണ്ടാവില്ലേ? മമ്മിയോട് വരാൻ പറ പപ്പ. ഇവാൻ, ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്ക് എന്റെ മമ്മിയെ വേണം പപ്പ. മമ്മിയെ പറഞ്ഞു വിട്ടാ പിന്നെ ഞാൻ ഒരിക്കലും പപ്പയോട് മിണ്ടത്തില്ല, സത്യം. ഞാൻ ഇന്നും കൂടെ മാതാവിനോട് ചോദിച്ചിട്ടേ ഉള്ളൂ എന്റെ മമ്മിയെ തിരിച്ചു തരുമോന്ന്. എന്നിട്ട് മാതാവ് കൊണ്ടു തന്നപ്പോ പപ്പ പൊക്കോളം പറയുവാണോ? എനിക്ക് എന്റെ മമ്മിയെ വേണം പപ്പ. പ്ലീസ് പ്ലീസ് പപ്പ. വാ. പക്ഷെ പപ്പ സമ്മതിച്ചു, അതാ മിണ്ടാണ്ട് പോയെ. വാ, പപ്പ ഒന്നും പറയില്ല. അതാ പപ്പയുടെ റൂം. മമ്മി പക്ഷെ എന്റെ കൂടെ കിടക്കോ എന്റെ മുറിയില്? വാ. ഇതാ എന്റെ റൂം. മമ്മിയുടെ ഡ്രസ്സൊക്കെ എവിടെ? എടുത്തില്ല. അതെന്താ? അത് സാരല്ല, നാളെ പപ്പയോട് മേടിക്കാൻ പറയാം. വേണ്ട, ഞാൻ തന്നെ മേടിച്ചോളാം. പപ്പയ്ക്ക് മമ്മീനോട് നല്ല ദേഷ്യമുണ്ട്. മമ്മി എന്തിനാ ഞങ്ങളെ കളഞ്ഞിട്ട് പോയേ? അതുപോട്ടെ, എന്തായാലും മമ്മി ഇപ്പൊ വന്നല്ലോ. ഇനി പോവല്ലേ? മമ്മി ഇല്ലാത്ത ലൈഫ് നല്ല പാടാ. എന്റെ ഫ്രണ്ട്സിനൊക്കെ മമ്മിയുണ്ട്. അവരുടെയൊക്കെ ലഞ്ച് മമ്മിയെ ഉണ്ടാക്ക. യൂണിഫോം അയൺ ചെയ്യാ, കുളിപ്പിക്ക, മുടി ചെയ്യുക, ഷൂസ് ഇട്ട് കൊടുക്ക, എല്ലാവരുടെ മമ്മിമാരാ. അപ്പൊ അവരുടെ പപ്പമാരെന്താ ചെയ്യാ? ജോലിക്ക് പോവും. ഇവാന്റെ പപ്പ പക്ഷേ ഇതെല്ലാം ചെയ്യുന്നില്ലേ? ഉം. അപ്പൊ ഇവാന്റെ പപ്പ ഒരു ഹീറോ അല്ലേ? ശരിയല്ലേ? ഉം, പക്ഷെ ഇനി തൊട്ട് ഇതൊക്കെ എനിക്ക് മമ്മി ചെയ്ത് തന്നാ മതി. ചെയ്യാം. ഇവാൻ, നീ കിടന്നോ. അപ്പൊ മമ്മി? ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. പപ്പ മമ്മീനെ പറഞ്ഞു വിടുവോ? ഇല്ല, നീ കിടന്നോ. ഞാനിപ്പോ വരാം. മോൻ കിടന്നോ? ഉം. 7 വർഷം മുമ്പ് ഒരു കത്ത് എഴുതി വെച്ച് എന്നെ വെറും പൊട്ടനാക്കി നിന്റെ മറ്റവനും കൂടെ ഇറങ്ങിപ്പോയിട്ട് ഇപ്പൊ എന്തിനാടി വന്നേ? ഇത് നിന്റെ തന്തയുടെ വീടാണെന്ന് കരുതിയോ? നിനക്ക് തോന്നുമ്പോ ഇറങ്ങി പോവാനും കയറി വരാനും. എന്താ ഇപ്പൊ നിന്റെ മറ്റവൻ കൂടെ ഇല്ലേ? അവൻ നിന്നെ കളഞ്ഞ് വേറെ വല്ല പെണ്ണുങ്ങളുടെയും കൂടെ പോയോ? അതോ അവൻ ചത്തുപോയോ? അല്ലാതെ ഇപ്പൊ എന്തിനാടി വന്നേ? വളർത്താൻ യോഗ്യതയില്ല പറഞ്ഞ എന്റെ കൊച്ചിനെ ഇട്ടിട്ട് ഇറങ്ങിപ്പോയതല്ലേ നീ? ഇപ്പൊ പിന്നെ എന്തുണ്ടാക്കാനാടി വന്നേ? മമ്മി
അവൻ നിന്റെ കൂടെ ഉള്ളത് മാത്രം നിന്റെ ആയുസിന്റെ ബലം. പക്ഷെ ഒരിക്കൽ അവൻ നിന്റെ വൃത്തികെട്ട കഥകളൊക്കെ അറിയും. അന്ന് അവൻ തന്നെ നിന്നെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കും. നോക്കിക്കോ. അവന്റെ കാര്യം മാത്രം നീ നോക്കിയാ മതി. ഞാൻ അവന് വേണ്ടിയാ കുക്ക് ചെയ്യുന്നേ. മമ്മി, ഗുഡ് മോർണിംഗ്. ഞാൻ പേടിച്ചുപോയി. മമ്മീനെ പപ്പ പറഞ്ഞു വിട്ടു കരുതി. ഏയ്, ഞാനിവിടെ പണിയിലായിരുന്നു. നിനക്ക് എന്തൊക്കെയാ ഇഷ്ടം എനിക്കറിയില്ലല്ലോ. ഞാൻ രാവിലത്തേക്ക് ഉപ്പുമാവും ഉച്ചക്കത്തേക്ക് ചോറും സാമ്പാറും ഉള്ളിത്തേലുമാണ് വെച്ചത്. എനിക്കെല്ലാം ഇഷ്ടാ. എന്നാവാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞാൻ പപ്പയെ വിളിച്ചിട്ട് വരാം. അത് പപ്പ വാ കഴിക്കാം. എനിക്ക് വേണ്ട, നീ പോയി കഴിച്ചോ. അതെന്താ? വിശപ്പില്ല. പപ്പ തന്നെയല്ലേ പറയാറ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ലാന്ന്. ഇവാൻ, നിനക്ക് വേണേ നീ പോയി കഴിക്ക്. പോ. ബൈ മമ്മി. ബൈ. ഡാ, ഒരു നല്ല പെൺകുട്ടിയുണ്ട്. സെക്കൻഡ് മാരേജ് ഇവാനൊന്നും അവർക്കൊരു പ്രശ്നമല്ല. വേണ്ട, നീ ഒന്ന് മീറ്റ് ചെയ്യ്. എന്നിട്ടല്ലേ. അവള് തിരിച്ചു വന്നു. ആര്? നേഹ. എപ്പോ? ഇന്നലെ രാത്രി. എന്തിന്? ആർക്കറിയാം. നീ ചോദിച്ചില്ലേ? അതൊന്നും പറഞ്ഞില്ല. ഞാൻ ഇറങ്ങി പോവാൻ പറഞ്ഞതാ. പക്ഷെ ഇവാൻ ഇടയ്ക്ക് കയറി. അവൻ കണ്ടോ? അവൻ കാണുകയും ചെയ്തു, അവന് മനസ്സിലാവുകയും ചെയ്തു. അവൾ ഒറ്റയ്ക്കാണോ വന്നേ? അപ്പൊ അവളുടെ ഭർത്താവ്, കുടുംബം എനിക്കറിയില്ല. അറിയില്ല പറഞ്ഞ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല പറഞ്ഞോളൂ. പിന്നെന്തിനാ ഇപ്പൊ വന്നേ? മിക്കവാറും അവൻ ഇട്ടേച്ചു പോയി കാണും. അപ്പൊ വീണ്ടും വന്നിരിക്കുക. എനിക്കും അതാ തോന്നുന്നു. ഇറക്കി വിടാ വേണ്ടേ. അതിന് ഇവാൻ സമ്മതിക്കണ്ടേ? അവനെന്തോ നിധി കളഞ്ഞു കിട്ടിയ പോലെ. അവനെ കുറ്റം പറയാൻ പറ്റില്ല. അവന്റെ പ്രായം അതല്ലേ. എന്നാൽ അവളുടെ ഉദ്ദേശം എന്താ? ഇനി കെട്ടിയോളും കൂടെ പ്ലാൻ ചെയ്ത് നിന്റെ സ്വത്ത് തട്ടിയെടുക്കാനെങ്ങാനും? അവക്ക് കാലണ എന്റെ അടുത്ത് നിന്ന് കിട്ടില്ല. എന്തായാലും ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരാം. നീ പോയി അവളുടെ ഉദ്ദേശം എന്താന്ന് അറിഞ്ഞിട്ട് വാ. അവളുടെ ഉദ്ദേശം എന്ത് തന്നെ ആയാലും ഇനി ഒരിക്കൽ കൂടെ നമ്മളെ ഉണ്ണാക്കന്മാരാക്കി പോവാൻ അവളെ ഞാൻ സമ്മതിക്കില്ല. ഹായ് വെല്ലുൻ ചേട്ടായി. അവനെ കരയിച്ചതൊന്നും പോരെ നിനക്ക്? ഇപ്പൊ എന്തിനാ പിന്നെ വെളിഞ്ഞു കയറി വന്നേ? നിന്റെ ഭർത്താവ് എവിടെ? അവന്റെ പ്ലാനാണോ ഈ നാടകം? സ്നേഹം അഭിനയിച്ച് കൂടെ നിന്ന് അവന്റെ സ്വത്ത് കൈക്കലാക്കാനാണോ? അതോ ഡിവോഴ്സിന് കൊടുത്ത് പൈസ മേടിക്കാനാണോ? ഈ എന്ത് തന്നെ ആയാലും ശരി, നിനക്കൊരു മണൽത്തരി പോലും ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. എനിക്ക് അയാളുടെ സ്വത്തും പണവും ഒന്നും വേണ്ട. ഞാൻ ഇവാനെ കാണാൻ വന്നതാ. ഇക്കഴിഞ്ഞ 7 വർഷം നിനക്ക് അവനെ കാണണ്ടായിരുന്നോ? ഇപ്പൊ എവിടുന്ന നിനക്ക് നിന്റെ മോനെ ഓർമ്മ വന്നേ? ഇനി ഒരിക്കൽ കൂടെ എല്ലാവരെയും പൊട്ടം കളിപ്പിക്കാന്ന് വല്ല ചിന്തയുണ്ടെങ്കിൽ കൊന്നുകളയും ഞാൻ നിന്നെ. മമ്മി, ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു എന്റെ മമ്മി തിരിച്ചു വന്നു. പിന്നെ ഇന്ന് നന്നായി പാടിയതിന് ടീച്ചർ എനിക്ക് ചോക്ലേറ്റ് തന്നു. അമ്പട, കൺഗ്രാറ്റ്സ്. മമ്മി ചായ വെച്ചോ? ചായ മാത്രല്ല, നല്ല ചൂട് പഴംപൊരി ഉണ്ട്. ഹായ്, ഞാൻ ഡ്രസ് മാറിയിട്ട് വരാം. കുളിച്ചിട്ട് വാ. നാളെ രാവിലെ കുളിക്കാം. എന്നാ കാലും കൈയും കഴുകുക. ഓക്കേ.
എന്റെ ഫ്രണ്ട് ചോദിച്ചു മമ്മിയുടെ പേരെന്താണ്. പപ്പ പറഞ്ഞു തന്നിട്ടില്ലേ? ഇല്ല, ഇവിടെ ഉണ്ടായിരുന്ന മമ്മിയുടെ ഫോട്ടോയും ഡ്രസ്സും നിങ്ങളുടെ വെഡിങ് ആൽബവും ഒക്കെ പപ്പ കത്തിച്ചു കളഞ്ഞു. ഞാൻ ഒരിക്കലും ഷെൽഫ് തുറക്കാൻ നോക്കിയാണ് അത് മൊത്തം കത്തിച്ചു കളഞ്ഞു. സാരല്ല, പപ്പയ്ക്ക് മമ്മിയോട് ദേഷ്യം ഉള്ളോണ്ടല്ലേ. എന്തിനാ പപ്പയ്ക്ക് മമ്മിയോട് ദേഷ്യം? അത് എപ്പോഴും പറയും മമ്മിക്ക് നമ്മളെ വേണ്ട, അതുകൊണ്ടാ പോയെന്ന്. അതെന്താ മമ്മി? മമ്മി ഒരു ജോലിക്ക് പോയതല്ലേ, ലീവ് കിട്ടാത്തോണ്ടാ വരാതിരുന്നെ. പിന്നെന്തിനാ പപ്പ കള്ളം പറഞ്ഞേ? കൊള്ളാം, ഇപ്പൊ അവന്റെ മുമ്പിൽ ഞാൻ തെറ്റുകാരനായല്ലേ? ഞാൻ അങ്ങനെ വരുത്തി തീർക്കാൻ പറഞ്ഞതല്ല. എന്റെ മോനെ എന്റെ അടുത്ത് നിന്ന് അകറ്റാൻ നോക്കിയാണ്ടല്ലോ, കൊന്നുകളയും ഞാൻ നിന്നെ. ആ ആ, വിട്. വീണ്ടും എന്റെ മനസ്സമാധാനം കളയാൻ വേണ്ടി വന്നിരിക്കുക അല്ലേ? ജസ്റ്റിച്ച കൈ വിട്. എന്റെ ജീവിതം വീണ്ടും തൊലയ്ക്കാൻ വന്നതല്ലേ? ജസ്റ്റിച്ചായി കുടിച്ചിട്ടുണ്ടോ? എന്റെ കൊച്ചിനെ എന്റെ അടുത്ത് നിന്ന് അകറ്റാൻ വന്നതല്ലേ നീ? ജസ്റ്റിച്ച എഴുന്നേറ്റോ? ഇന്നെന്താ സ്പെഷ്യല്? ഇന്ന് സ്പെഷ്യലൊന്നുമില്ല, ഞാൻ നൂഡിൽസ് ഉണ്ടാക്കിയേ. അത് സാരല്ല. മമ്മിയുടെ മേലെന്താ ചോന്നിരിക്കുന്നേ? അത് എന്ത് പറ്റി മമ്മി? ഇതാ ചുണ്ടൊക്കെ പൊട്ടിയിരിക്കുന്നു. മമ്മി വീണോ? ആ, ഞാൻ ഇപ്പൊ വരാം. വാ, ഞാൻ മരുന്ന് വെച്ചുതരാം. ഇത് കൊറേ ഉണ്ടല്ലോ. ശരിക്കും മമ്മി വീണത് തന്നെയാണോ? മതി, ബാക്കി ഞാൻ ചെയ്തോളാം. മോൻ പോയി കുളിക്കും. മമ്മി യൂണിഫോം അയൺ ചെയ്ത് വെക്കാം. വേണ്ട, മമ്മി റെസ്റ്റ് എടുത്തോ, പപ്പ ചെയ്തു തന്നോളൂ. ഇവാൻ, വേഗം വാ, ലേറ്റ് ആവുന്നു. ഞാൻ പോയിട്ട് വരാം. ഉം. ഇനി പണിയൊന്നും ചെയ്യണ്ട, മമ്മി റെസ്റ്റ് എടുത്തോ.
എന്താ അവിടെ അവസ്ഥ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്നും സംഭവിക്കാത്തതുപോലെ അവന്റെ കാര്യങ്ങളൊക്കെ അവള് നോക്കുന്നുണ്ട്. എനിക്കും റോങ് ഒന്നും തോന്നിയില്ല. പക്ഷെ ഇക്കഴിഞ്ഞ 7 വർഷം അവൾ എവിടെയായിരുന്നു? ആരുടെ കൂടെയായിരുന്നു? ഇപ്പൊ എന്തിനു വന്നു? എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടാണോ വന്നേ? ഒന്നും അറിയില്ല. ക്രൈം അല്ല, എല്ലാ സാധ്യതയും നോക്കണമല്ലോ. സംതിങ് ഈസ് ഓഫ് അബൌട്ട് ഹർ. ഇന്ന് രാവിലെ തന്നെ ഫുൾ മുറിവ് പറ്റിയ പോലെ ഉണ്ടായിരുന്നു. എങ്ങനെ? ആ വീണതാന്നാ പറഞ്ഞേ. പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല. അതെന്താ? വീണാലൊന്നും അങ്ങനെ ഡിഫറെന്റ് സ്ഥലത്ത് മുറിവുണ്ടാവില്ല. ഏതെങ്കിലും ഒരു ഭാഗം അമർന്നല്ലേ വീഴൂ. അപ്പോ ആരോ തല്ലിയതുപോലൊക്കെ ഉണ്ട്. ആര്? എനിക്കെങ്ങനെ അറിയാം? എന്തായാലും അവൾക്ക് എന്തോ ഒരു കള്ളത്തരം ഉണ്ട്, അതുറപ്പാ. ഇത് നിങ്ങൾ വീണപ്പുണ്ടായതാണെന്നാണോ പറയുന്നത്? യെസ് ഡോക്ടർ. ഇത് പച്ച കള്ളാണെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ആരാ? അച്ഛനോ, ചേട്ടനോ, ലവറോ, ഹസ്ബൻഡോ? ആരാ? ആരുമല്ല. ഞാനായിട്ട് പോലീസിനെ വിളിക്കണോ അതോ? ഡോക്ടർ പ്ലീസ്. ഹസ്ബൻഡാ. പക്ഷെ മനഃപൂർവ്വം ചെയ്തതല്ല, കള്ളു കുടിച്ചറിയാണ്ട്. ഇതിനൊക്കെ കണ്ണടച്ച് കൂട്ടി നിൽക്കുന്ന നിങ്ങളെപ്പോലുള്ള പെണ്ണുങ്ങളെ പറഞ്ഞാൽ മതിയല്ല. ഇത്തവണത്തേക്ക് ഞാൻ കണ്ണടച്ചേക്കാം. പക്ഷെ ഇനി ഒരു തവണ കൂടി ഇതുപോലെ എന്റെ അടുത്ത് വന്ന ഞാൻ ആദ്യം പോലീസിനെ വിളിക്കും, എന്നിട്ടേ ഉള്ളൂ ചികിത്സയൊക്കെ. ഹേയ് നേഹ, മിസ്സസ് ജസ്റ്റിൻ. സോറി, എനിക്ക് മനസ്സിലായില്ല. ഓർക്കാൻ വഴിയില്ല, നമ്മൾ 1-2 തവണ മാത്രമേ നേരിട്ട് കണ്ടിട്ടുള്ളൂ. അതിലൊന്ന് നിങ്ങളുടെ കല്യാണത്തിനും. ഓ, അല്ല, ഇതെന്താ ഇത്രയും ബാൻഡേജസ്? അതൊന്നുമില്ല, ഞാൻ പോട്ടെ. വെയിറ്റ്, നേഹ ഇപ്പോ ജസ്റ്റിന്റെ കൂടെയാണോ? ആ അതെ. എപ്പം മുതൽ? 1 വർഷമായോ? ഇല്ല, ഞാൻ 2 ദിവസമായിട്ടേ ഉള്ളൂ വന്നിട്ട്. ഓ, കഴിഞ്ഞ 1 ഇയറായി ജസ്റ്റിൻ എന്റെ അടുത്ത് വന്നിട്ടില്ല. ഞാൻ വിചാരിച്ചു അപ്പോഴേ നേഹ തിരിച്ചു വന്നു. ജസ്റ്റിൻ ഡോക്ടറിനെ എന്തിനാ കാണാൻ വന്നിരുന്നേ? ഡോക്ടർ ഏതിലാ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നേ? സൈക്കാട്രി.